ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ക്രീമി ആയിട്ടുള്ള ഗ്രേവിയോട് കൂടിയ മുട്ടക്കറിയാണ്. എന്നും ഒരേപോലെ തയ്യാറാക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊരു മുട്ടക്കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വരട്ടിയെടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വരണ്ടു വരാനായിട്ട് നമുക്കിനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് വഴട്ടിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് 3 പച്ചമുളക് നടുവേ പിളർന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണേ ഇതെല്ലാം നന്നായിട്ട് വഴട്ടിയെടുക്കാൻ. ഇനി അടുത്തതായിട്ട് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തക്കാളിയും സവോളയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവേ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇവയൊന്ന് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഒരു അപ്പച്ചെമ്പെടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ തട്ടെല്ലാം ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കണേ. എല്ലാ ഭാഗത്തും ഓയിൽ എത്തുന്ന രീതിയിൽ വേണം നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ചുവട് വശത്തായിട്ട് ഇതേപോലെ കുറച്ച് ഓയിലൊന്ന് കിടന്നോട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള മുട്ടയായതുകൊണ്ട് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഒന്ന് സ്പ്രെഡായി പോകുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമുക്കത് ലാസ്റ്റ് റെഡിയാക്കാം. ഇപ്പം ഞാനിവിടെ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ചൂടായി വരുമ്പോൾ നമുക്കൊരു സ്പൂണ് കൊണ്ട് ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാവേ. ഒന്നൊന്നീ പിടിച്ചിരിക്കാത്ത രീതിയിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്ന എഗ് വൈറ്റ് എല്ലാം കൂടെ ഈ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് ഇത് ആവി കയറി വെന്ത് വരും. അപ്പോൾ ഇതേപോലെ എഗ് വൈറ്റ് ഒക്കെ നന്നായിട്ട് വെന്ത് വരികയും എന്നാൽ യോക്കിൻ്റെ പോർഷൻ ഉണ്ടല്ലോ ഒരുപാട് വെന്ത് പോവണ്ട. നമ്മൾ ബുൾസയൊക്കെ എടുക്കുമ്പോൾ ഇരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നതാണേ നല്ലത്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ എടുത്താൽ മതി. അപ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മസാല തയ്യാറാക്കി വെച്ചിരുന്നല്ലോ, അത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അതേ പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതൊന്ന് ലൂസായി കിട്ടാനായിട്ട് ഇതേപോലെ നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 ഗ്ലാസോളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊരു ലൂസായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുവേ. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ബട്ടർ ചിക്കനൊക്കെ തയ്യാറാക്കി എടുക്കുകയല്ലേ, അതേപോലത്തെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് കേട്ടോ. നല്ലൊരു ആ ഒരു ഗ്രേവിയുടെ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നന്നായിട്ട് തണുത്ത് വന്ന മുട്ട നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു സ്പൂൺ വെച്ചിട്ട് സ്പൂൺ ഒന്ന് കഴുകി എടുത്ത ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണല്ലോ ഇത് മുട്ട ഒഴിച്ച് കൊടുത്തത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുവേ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെടുത്ത് പ്ലേറ്റിലേക്ക് വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. അത്യാവശ്യം ആ യോക്കൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഒഴുകി പോകത്തൊന്നുമില്ല, കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് തന്നെ നമ്മൾ മുട്ട വേവിച്ചെടുക്കണേ. ഇനി നമുക്ക് മുട്ടയെല്ലാം പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നന്നായിട്ട് ക്രീമായിട്ടുള്ള ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ക്രീമായിട്ടുള്ള ഗ്രേവിയോട് കൂടിയ മുട്ടക്കറിയാണ്. സാധാരണയായിട്ട് നമ്മൾ മുട്ട പുഴുങ്ങിയെടുത്തല്ലേ തയ്യാറാക്കുന്നത്. എന്നാൽ ഈ ഒരു രീതിയിൽ
ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കണേ. നല്ല വെറൈറ്റി ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇതുപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്ത ശേഷം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കസൂരി മേത്തി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താലും മതിയേ. ഇനി നമുക്ക് ഒരു നുള്ള കുരുമുളക് പൊടി ഇതുപോലെ കയ്യിലെടുത്ത ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ മുട്ടയിലും എത്തുന്ന രീതിയിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് നമ്മൾ ഫ്രഷ് ക്രീം ഒഴിച്ചത് ഗാർണിഷ് ചെയ്തെടുക്കുവാണേ. അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണാൻ ഒരു ലുക്കിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇത് രസമാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് വെറൈറ്റി ആയിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ എഗ്ഗ് വെച്ചിട്ടുള്ള നല്ല ക്രീമി ഗ്രേവിയോട് കൂടിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ സാധാരണ കൊടുക്കുന്നതിനും തികച്ചും വ്യത്യസ്തമായിട്ട് ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതിൻ്റെ ആ ഗ്രേവി കൂട്ടി അപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ. അപ്പോൾ ഇവിടെ നമുക്ക് യോക്കൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഒഴുകിപ്പോകുന്നുമില്ല, എന്നാൽ കറക്റ്റ് പാകത്തിന് നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല വെറൈറ്റി ആയിട്ടുള്ള എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എങ്കിൽ വീണ്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല ക്രീമി ഗ്രേവിയോട് കൂടിയ ഈ ഒരു മുട്ടക്കറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.